7594872144. ഓ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് 2 വീലറിൽ കലൂരിൽ നിന്ന് ഇവിടത്തോളം വരും. ഈ വേളൂക്കര എന്ന സ്ഥലമുണ്ട്, കുറേ ദൂരമാണ്. അവിടെ വന്നിട്ടാണ് ഇവർ ഈ സാധനം സെലക്ട് ചെയ്ത് നിങ്ങളുടെ തീൻമേശയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മളതിന് വാല്യൂ കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഉടനെ ഓടി വന്ന് ഇങ്ങോട്ട് സാധനം കൂടി. ഇന്നിപ്പോൾ ഫ്രഷ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം വരിക, വാങ്ങിക്കുക, കട കാലിയാക്കുക. ഇനി ലേലം വരട്ടെ. ലൈവ് പോയിക്കൊണ്ടിരിക്കണേ. അതിനാ ലൈവ് ഇത് ഇപ്പോഴല്ല, കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ആളുകൾ കണ്ടും കേട്ട് നോക്കുള്ളൂ. ഞാനിതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇവരുടെ. അപ്പോൾ കണ്ടവൻ ആളുകൾ വന്നിട്ട് പിന്നെ ഇവർക്ക് ആളുകൾക്ക് അറിയില്ല സ്ഥലം. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണ്, പക്ഷെ എനിക്കറിയില്ല ഇതിങ്ങനെ. എനിക്ക് കുറച്ച് ഇതുണ്ട്, ഈ പ്ലാവിൻ്റെ കൃഷി ഉണ്ട്. ഇതില്ല നമ്മുടെ എയർലി, ഈ എന്താണ് വിയറ്റ്നാം എയർലി തയ്യല്ല, പ്ലാന്റ് വലുതാക്കിയത്. 500 100 500 കായ്ക്കണമെന്നും 500 പുതിയത് വരുന്നുണ്ട്. അതിൽ ചക്ക ഉണ്ടാവുമ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു എവിടെ കൊടുക്കണം. കാരണം വെച്ചാൽ വീട്ടുകളിൽ വരുന്നുണ്ട്, അതെനിക്കറിയില്ല ഈ സ്ഥലം. അതായത് വീട്ടിൽ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ പറമ്പിലുള്ള നാടൻ പ്ലാവും വലിയ പ്ലാവുകൾ അതുമ്പോൾ നിറച്ചുണ്ടാവും. അപ്പം നമ്മളത് പഴുത്തിട്ട് നമ്മൾ അധികം കഴിക്കൂല, കുറേ നിന്നിട്ട് പഴുത്ത് താഴെ വീണ് പോകും. അപ്പോൾ എന്താ സംഭവം എന്നാ, അപ്പോൾ ഈ വണ്ടിക്കാർ വരും. ഏത് ഈ കിളുന്ത് കിട്ടാൻ വേണ്ടി, അതിനെന്താ പറയുക, ഒരു പേരുണ്ട്, ഇടിയൻ ചക്ക. ആ സമയത്ത് നമ്മൾക്ക് ഒരു 50 രൂപ വെച്ചിട്ട് ചക്കയ്ക്ക് തരും ഒരു ചക്കയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞാൽ അത് 30 ആവും. അപ്പോൾ അത് നമ്മൾക്ക് കുഴപ്പമില്ല. കാരണം വെറുതെ കാക്കി സാധാരണ ഇങ്ങനെ നാച്ചുറലായിട്ട് വളർന്നു വന്നതാണ്. അത് നമ്മൾ കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നല്ല. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ പൈസ ചിലവ് ചെയ്ത് വളം ചെയ്ത് പാകപ്പെടുത്തി വളർത്തുന്ന പ്ലാവാണ്. അതിന് നമുക്ക് ഈ റേറ്റ് കിട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ റേറ്റിന് ചോദിച്ചിട്ട് ആരും കൊടുക്കൂല. പിന്നെ ഇത് നമ്മുടെ ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് വലിയ, അവിടെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പം ഇതേമാതിരി മാർക്കറ്റിൽ നമ്മൾക്ക് തലവേദന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിറ്റ് കിട്ടി പോയി ഇന്ന് നമുക്ക് കൊടുക്കും. നല്ല സാധനമാണ്, നല്ല മധുരമുള്ള സാധാരണ ചക്കയല്ലല്ലോ. നിങ്ങളവിടെ അത് അവിടെ നന്നായിട്ട് പോകും. നിങ്ങളുടെ നമ്പർ ഇതിലുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം കേട്ടോ. അപ്പോൾ ആ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വിളിക്കാം നിങ്ങൾക്ക്. അതെങ്ങനെ കൊടുക്കുന്നത്? നിങ്ങൾ എത്ര കിലോ വിറ്റിരുന്നു ഇവിടെ? ഒരു പീസ്. അത് നമുക്ക് പ്രോസസ്സ് ചെയ്യുക വെച്ചാൽ അത് ഈ പറഞ്ഞ അതിൻ്റെ മടലില്ലേ, ആ കരിമുള്ള്, അത് ചെത്തി കളഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിന്റെ അതിൽ നല്ലത് ചൊളയാക്കരുത്. എന്താണെന്നറിയോ, അതെ. പക്ഷെ അവർക്ക് അതില്ല, മടലില്ലേ, അത് ഭയങ്കര മധുരമുള്ളതും നല്ലതും കഴിക്കാൻ നല്ല ടേസ്റ്റ്. ചുളയും കാട്ടി കൂടി ടേസ്റ്റ് അതാ. അത് നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ വരിക്കച്ചക്ക ഉണ്ടാവില്ലേ, നിങ്ങൾക്കറിയോ വരിക്കച്ചക്ക? അതിൻ്റെ അടിയിൽ നല്ല എല്ലാ ചക്കയും ഇല്ല, ചില ചക്കകൾ അടി ഇങ്ങനെ ചെത്തി കഴിഞ്ഞാൽ അത് ഇതിനും കാട്ടി ടേസ്റ്റ് ആയിരിക്കും, ഈ ചക്കച്ചുളയും കാട്ടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും വേസ്റ്റ് ആവണില്ലേ ശരിക്കും. അപ്പോൾ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. മറ്റേ ചുള പറിക്കുമ്പോൾ അതുകൊണ്ടൊരു ഹൈജീനിക്കിൻ്റെ പ്രശ്നം കൂടിയിട്ടുണ്ട്. ഈ ചുള പറിച്ചെടുക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. മറ്റേതാകുമ്പോൾ ചുള പറിച്ചെടുക്കരുത്, ആ പൂഞ്ഞലും കെട്ടരുത്. അടിയിലുള്ള കരിമുള്ളില്ലേ അത് മാത്രം ചെത്ത് എന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ റേപ്പർ കൊണ്ട് റേപ്പ് ചെയ്യുക. അതിപ്പോൾ പിന്നെ വേസ്റ്റ് ഉണ്ടാവില്ല, കുരു പേര് വെച്ച് കഴിക്കാമല്ലോ. രണ്ടും വെക്കാം, 2 ടൈപ്പിലും വെക്കാം. അപ്പം എന്നറിയോ, ഈ സാധനം പെട്ടെന്ന് വിറ്റ് പോയില്ലെങ്കിലും പെട്ടെന്ന് കേടുവരില്ല. ചോള പറിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് അത് അളിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുമോ? എവിടെ വയ്ക്കും? എടുക്കുള്ളൂ. ആരൊക്കെ ഉണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? കുറേ ആളുണ്ടോ കടയിൽ? അത് ശരി. കലൂര് അല്ലേ? ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരാള്. മോനെ, ഇതേ ഈ വേളൂക്കര എന്ന ഷാഡോ ഓഫ് നേച്ചർ കേരള. ചേട്ടാ ഇതെവിടെയാണ്? ഇത് നമ്മുടെ വേളൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്താ. അന്തിക്കാടല്ലേ ഈ സ്ഥലത്തിന്റെ പേര്? അന്തിക്കാടാ. ഇവിടെ വേളൂക്കര പഞ്ചായത്താണ്. വെള്ളാങ്ങല്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും ചോദിച്ചാൽ ആ സ്ഥലം ഡയറക്ഷൻ പറഞ്ഞു തരും. ഇനി അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ലൈവിൽ ഇവരുടെ അഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്, മൊബൈൽ നമ്പറും ബോർഡിൻ്റെ പേരൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വന്ന് നോക്ക് കേട്ടോ, അത് നോക്കൂ കേട്ടോ. പച്ചക്കറികൾ കുറേ ഉണ്ട്. എൻ്റെ നാട് മനക്കലപ്പടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് വന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കൃഷി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സോറി ബോസ്.